ഹലോ ഗായ്സ്, ഞാനാണ് സ്റ്റർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്ന നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും ലേസി എപ്പോഴും നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ശേഷി ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ വേറെ സാധനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്ന വേറെ ഒന്നും ലേസ് എൻ്റെ കയ്യിലുള്ള കുറേയധികം കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്കെയിൽ മോഡലും കാര്യങ്ങളൊക്കെ, സ്കെയിൽ മോഡലല്ല, അവിടെ നിന്നും കിട്ടുന്നതൊക്കെ കുറച്ച് കാറുകളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ട്, അതായത് നമ്മൾ കടയിലൊക്കെ കാണുമ്പോൾ കുറേ കാറുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ കാറുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് അടിപൊളി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാനാണ് ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ. ഉണ്ട് ഇവിടെ ഇത്രയും വലുതും പിന്നെ കുറച്ച് ചെറിയ ആളുകളും ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യമാണ്. അപ്പോൾ ഈ സാധനം തന്നെ ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്ത് ആരെങ്കിലും സബ് ചെയ്യാൻ കാണുന്നുണ്ട്. ഈ സബ് ചെയ്ത് നമ്മൾ പറഞ്ഞ നമ്മുടെ 100 ആദ്യത്തെ ടാർഗറ്റ്. 100 സബ് എല്ലാവരും എത്തിക്കാൻ നോക്കുക. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പം ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നല്ല ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് അലങ്കോലമൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടത്. വേറെ എവിടെയും വെക്കാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ ഈ ക്യാമറ ഷെയ്ക്ക് ആകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് പിടിക്കാൻ വേറെ ഇതൊന്നും ഇല്ല. ഞാൻ കൈ പിടിച്ചേക്കുവാണ്. അപ്പം അത് ക്ഷമിക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. കുറച്ച് ചെറിയ കാറുകളും പിന്നെ 4-5 വലിയ വണ്ടികളാണ് ഉള്ളത്. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കാര്യങ്ങൾ. നമുക്ക് അറിയാൻ പറ്റും കണ്ടോ അടിപൊളി. അപ്പോൾ ഗൈസ്, നമുക്കാണെങ്കിൽ ഓരോന്നിനും തുടങ്ങാം. അപ്പം ആദ്യത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു വണ്ടിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് വീലിൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ വണ്ടി മൊത്തം പോയി കിടക്കണം. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അത് ഹോട്ട് വീലിൻ്റെ വണ്ടിയാണ്. അപ്പം ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും. ഹോട്ട് വീലിന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഹോട്ട് വീൽസിൻ്റെ വണ്ടിയാണ്, ഒറിജിനൽ സാധനമാണ്. പക്ഷേ ഇവിടെ മൊത്തം പോയി കിടക്കുകയാണ്. ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി അടിപൊളിയായിട്ടെല്ലാം പോയിട്ടുണ്ട്. കാരണം ഇതൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു. ഈ ഫ്രണ്ട് എനിക്ക് തന്ന സമയത്ത് തന്നെ മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് അവൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ഏതാ വണ്ടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷെവർലെറ്റിൻ്റെ ഒരു മോഡലാണ്. അപ്പം ഈ സാധനമാണ് ഷെവർലെറ്റിൻ്റെ മോഡലാണ്. യെസ് നമുക്ക് കാണാൻ പറ്റും. ഫോക്കസ് ആവുന്നില്ല ഈ സാധനം. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പ് പക്ഷേ കണ്ടാൽ തന്നെ ഞാനാണിത് പകുതിയും പെയിൻറ്റ് അടിച്ചേക്കുന്നത്. ഇത് ആദ്യം ഓറഞ്ച് കളർ കൊണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇവിടെ കളറൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയതാണ്. യെസ് ഓക്കെ, അതാണ് ആദ്യത്തെ വണ്ടി. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബാൻഡ്ലിയുടെ ഒരു ലക്ഷറി ടൈപ്പ് മോഡൽ സാധനമാണ്. ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനം കേട്ടോ. ഈ കാണാൻ ലുക്കൊക്കെ ഉള്ള സാധനമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കടയിലൊക്കെ ഞാൻ 70 രൂപ കൂടെ കൊടുത്ത് മേടിച്ചതാണ്. സാധാരണ കടയിലൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. 70 രൂപയ്ക്കൊക്കെ മേടിച്ചതാണ്. ഈ ചെറിയ വണ്ടികളിൽ മൊത്തം 70-100 രൂപയുടെ വണ്ടിയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വലിയ പൈസയൊന്നും ഇല്ല. ആ ഹോട്ട് വീലിൻ്റെയാണ് പോയി ഫ്രീ ആയിട്ട് കിട്ടുക. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പം ഇതിന് അതാണ് ബാൻഡ്ലിയുടെ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടർ വുമൻ്റെ ഒരു എഡീഷനാണ്. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ നമുക്ക് കാണത്തില്ലേ, അപ്പം അങ്ങനെ മേടിച്ചൊരു സാധനമാണ് ഈ വണ്ടർ വുമൻ്റെ ഒരു എഡീഷനാണ്. ഇതെന്ന് വെച്ചാൽ എന്താ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫാൻറ്റസി ടൈപ്പ് വണ്ടിയാണ്. ഈ ഫാൻറ്റസി ടൈപ്പ് വണ്ടിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയൊക്കെയുണ്ട്. നല്ല രസമുണ്ട്. അടിവശത്ത് വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. അടിപൊളി സാധനമാണ്. 100 രൂപയ്ക്കൊക്കെയാണെന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. ഈ മെറ്റലാണ്, ഈ എല്ലാം മെറ്റലാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വണ്ടി ഇതാണ്. ഇതേത് വണ്ടി എന്നോട് ചോദിക്കരുത്. ഇതൊരുമാതിരിപ്പെട്ട വണ്ടിയാണ്, ഒരു എല്ലും കഷ്ണം പോലത്തെ വണ്ടി. അറിയാൻ പാടില്ല. ഈ സാധനത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻറ്റസി വണ്ടിയാണ്. ഈ ടയറൊക്കെ പോയതായിരുന്നു, ഞാൻ പഠിപ്പിച്ച് വെച്ചത്. അപ്പോൾ ഇതൊരു ഫാൻറ്റസി ടൈപ്പ് വണ്ടിയാണ്. ഓടുന്ന ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം അടുത്ത വണ്ടി നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്. നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ സ്പൈഡർമാൻ്റെ ഒരു എഡീഷനുള്ള വണ്ടിയാണ് ഈ സാധനം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഇതിൽ കുറേയധികം അഡീഷണൽ പാർട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പോലെ ഇരിക്കുന്നു. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്പൈഡറിൻ്റെ ലോഗോ പോലത്തെ ഇത്, പിന്നെ അതിൻ്റെ അടിയിൽ വേറൊരു അതിൻ്റെ മുമ്പ് വശത്താണ് ലോഗോയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇത് നല്ല രസമുണ്ട്, കാണാൻ പോലും രസമുണ്ട്. ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെയാണ്, കാണാൻ നല്ല അടിപൊളി ലുക്കുള്ള സാധനമാണ്. ഇതിനും അത്ര 100 രൂപയുടെ തൊട്ട് ഈ വണ്ടർ വുമൻ്റെ ഒക്കെ എഡീഷൻ്റെ കൂടുതൽ സ്പൈഡർമാൻ്റെ എഡീഷൻ അങ്ങനെയുള്ള സാധനമായിരുന്നു. അടിപൊളി സാധനമാണ്. ഈ സംഭവ സാധനം നമുക്ക് കാണാൻ ഫോക്കസായി കാണിച്ചു തരാം. ഇതിൻ്റെ ഇപ്പം ടച്ച് ചെയ്ത് ഓക്കെ. ഇതുകൊണ്ട് ഇതാണ് അടിപൊളിയാണ് ലുക്ക്. ഇത് നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പം ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതാണ് സ്പൈഡർമാൻ്റെ എഡീഷനിലൊരു വണ്ടി.
അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനമാണ്. ഇതാണ് ചെറിയ വണ്ടികളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം. കാരണം കാണാൻ ഒരു ലുക്കുള്ളൊരു വണ്ടിയാണ്. ഇത് ഏതായാലും ഡോഡ്ജൊക്കെ പോലെ ഇരിക്കുന്നത്. പക്ഷേ ഏത് വണ്ടി എനിക്കറിയാം, ഡോഡ്ജ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് ഈ അടിപൊളി സാധനം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്നത് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ 100 രൂപയ്ക്ക് കിട്ടുന്ന കൂട്ട് സാധനം തന്നെയാണ്. പക്ഷേ കാണാൻ നല്ല ലുക്കാണ്. ഇതിൻ്റെ അകത്തൊരു ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, എന്നാലും ഇത് കാണാൻ ലുക്കും കാര്യങ്ങളുണ്ട്. അടിപൊളിയാണ്. ഇനി ഇവിടെ ഇത് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവമൊക്കെ ആ ഓറഞ്ച് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് കളറൊക്കെ ഒന്ന് പൊളിച്ചാണ് ഈ സത്യം. അതിന് കുറേ ഡിസൈൻ മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ പിക്സൽ പോലത്തെ കുറേ ഡിസൈനിങ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ക്രീപ്പർ പോലെ ഇരിക്കുന്ന വണ്ടി, ഞാൻ അതിനെ ക്രീപ്പർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ചെറിയ ലാസ്റ്റ് വണ്ടി. അത് ഇതിൻ്റെ കൂടെ തന്നെ മേടിച്ചതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുഗാട്ടി ചിറോൺ അങ്ങനത്തെ അല്ലേ, ചിറോണോ അങ്ങനെ സാധനത്തില്ല അങ്ങനെ. പക്ഷേ ഇതിന് മൊത്തം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇരിക്കുന്നതാണ്. പഴയ വണ്ടിയാണ് ഈ. അപ്പം മൊത്തം പോയിരിക്കുന്ന വണ്ടിയാണ്. ഇതിനും എത്ര 70 രൂപ കണ്ടുള്ളൂ. അപ്പം ഈ വണ്ടി നമ്മളിവിടെ കടയിൽ കിട്ടുകൊണ്ട് മേടിച്ചാണ്. പിന്നെ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഗൈസ്. അപ്പോൾ ഈ വണ്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം വരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ വലിയ വണ്ടിയൊക്കെ വരാനുള്ള സമയം, നമ്മുടെ വലിയ അണ്ണന്മാർ വരാനുള്ള സമയം. യെസ്, ഇത് മൊത്തത്തിൽ ഗൈസ് നമ്മൾ 5 നമ്മുടെ വലിയ സ്കെയിൽ മോഡലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഗൈസ്. ഇത് സത്യമായ സ്കെയിൽ മോഡലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിനകത്ത് ആദ്യം തന്നെ ഉള്ളത് ഈ ഒരു വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് നമ്മുടെ ഡിഫൻഡറിൻ്റെ ഒരു വണ്ടിയാണ്. ഈ ഡിഫൻഡറിൻ്റെ നമ്മുടെ പഴയ വേർഷനില്ലേ, അതാണ് ഇതാണ് നമ്മുടെ ഡിഫൻഡറിൻ്റെ പഴയ വേർഷൻ. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇതാണ് ഡിഫൻഡറിൻ്റെ പഴയ വേർഷനാണ്. അതായത് എനിക്കറിഞ്ഞില്ല, ഞാൻ ഗൂഗിളും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി ടൈപ്പ് ചെയ്ത് നോക്കിയ സമയത്താണ് എന്താ പറയുക, ഡിഫൻഡറിൻ്റെ ഏറ്റവും പഴയ ഒരു ആദ്യത്തെ ഡിഫൻഡർ ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് പറഞ്ഞത്. ഒരു മിലിറ്ററി ലുക്ക് ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളിയാണ് ഈ. പിന്നെ അല്ല നോക്കി അറിയാൻ പറ്റും, ഓഫ് റോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്ക് വശമൊക്കെ നല്ല ലുക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആഘോഷം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റും, കാരണം ഈ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ല, ഫോണിനകത്താണ് എടുക്കുന്നത്. അപ്പം ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ആവശ്യം, നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലുള്ള സീറ്റ് വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എന്താണെങ്കിൽ ഗൈസ് കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്, നല്ല രസവും ഉള്ള സാധനമാണ് ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡ്ലിയുടെ ഒരു റേസിംഗ് എഡീഷൻ പോലത്തെ വണ്ടിയാണ്. ഇത് അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മുമ്പാശമൊക്കെ വൈബാണ്. എൻ്റെ മനസ്സ് ഇത് എന്താ പറയുക, ബാൻഡ്ലിയുടെ ഏതോ ഒരു റേസിംഗ് എഡീഷനാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയാൻ പാടില്ല ഏതാണ്, പക്ഷേ ബാൻഡ്ലിയുടെ കാറെന്ന് എനിക്ക് തോന്നി. വട്ടത്തിലുള്ള ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രസമാണ് ഈ സംഭവം, അടിപൊളി. അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് തുറക്കാൻ കണ്ടു. ഇതിൻ്റെ അകത്തും അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നോക്കിയാൽ കാണാൻ പറ്റും, സംഭവമാണ് ഇതിൻ്റെ ആവശ്യം കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഫോക്കസ് ആവാൻ ചെറിയ പണിയുണ്ട്. എനിക്കാണെങ്കിൽ 2 കൈ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല, നോക്കി കാണാൻ പറ്റത്തില്ല, വേറെ കാര്യം. എന്നാൽ അപ്പോഴും ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാൻ നല്ല ലുക്കുണ്ട്. ഈ വണ്ടിക്ക് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഈ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാൻ പറ്റും, ഇവിടെ നടക്കാണ്ട് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗൈസ്. ഇതൊരു അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഈ ഏറ്റവും സ്കെയിൽ മോഡലിൽ എൻ്റെ ഉള്ളതിനകത്ത് ഏറ്റവും വലിയ വണ്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടി ഇതാണ് ഗൈസ്. വേറെ ഒന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻസ് അങ്ങനെയല്ല ഗൈസ്, ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടിക്ക് നമ്മുടെ വണ്ടി കളക്ഷനകത്ത് ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ളൊരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയാണ് ഗൈസ്.
ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾ കാണിച്ചു തരാം, ഞാൻ എടുത്തിട്ട്. ഇതിനകത്ത് ഇത് എനിക്ക് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. ഇതിനത്ര 200 രൂപയാണ്. ഈ കാണുന്ന വലിയ വണ്ടികൾക്ക് 200 രൂപ വിലയുടെ സാധനമാണ്. വേറെ കുറവൊന്നുമില്ല. അതിനകത്ത് മൊത്തം 200 രൂപ വണ്ടിയാണ്. അടിപൊളിയാണ്. ഇതിന് നല്ല ഡീറ്റെയിൽ ഉണ്ട്. ഗ്ലാസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. റിയൽ ലൈഫ് കാറിൻ്റെ ഗ്ലാസ് പോലെ. ഇതിന് മുമ്പശം കണ്ടോ, ഞാൻ ഫോക്കസ് ആയി കാണിച്ചിട്ടുണ്ട്. ഈ മുമ്പശം കണ്ടോ, നിങ്ങൾ കണ്ടോ, അത്രയും വൈബ് സാധനം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെസറാട്ടിയിലെ ഗ്രാൻഡ് ടൂറിസ്മോ എഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു എഡിഷനാണ്. ഇതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആ വണ്ടി തന്നെയാണ്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് ചോദിക്കുമോ, ആ വണ്ടിയുടെ റിയൽ ആയിട്ടുള്ള ലുക്ക് കാണില്ല, അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിന് ഇച്ചിരി കൂടെ വില കൂടിയുണ്ട്. അതിൽ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗൈസ്. ഇത് മെസറാട്ടിയുടെ ഗ്രാൻഡ് ടൂറിസ്മോയുടെ എഡിഷനാണ്. ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുണ്ട് ഇതിൻ്റെ അകമെന്ന് വെച്ചാൽ അമ്മായി ഡീറ്റെയിൽ കാണിച്ചു. അമ്മായി ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണിക്കാൻ പറ്റും, നോക്കാം ഗൈസ്. ഇതിൻ്റെ ആഘോഷം എന്ന് വെച്ചാൽ ഒരു റിയൽ ലൈഫ് കാറിൻ്റെ ഒക്കെ ആഘോഷിരിക്കും, അതേപോലെയാണ് ഗൈസ്. അത്രയ്ക്കും ഗൈസ് ഒരു എന്താ ഡീറ്റെയിലിങ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നോക്കി കാണാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു കാറിനകത്ത് കയറിയ ഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ടോ? കണ്ടോ ഗൈസ്? അടിപൊളിയാണ്. ഫോക്കസ് കിട്ടുന്നില്ല ഗൈസ്, അതാണ് സോറി, ഒന്നും വിചാരിക്കരുത്. അത്രയും അടിപൊളിയാണ് ഗൈസ്. ഗൈസ് ഒരു വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ഫീല് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. വമ്പ സാധനം ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടായിരുന്നു, ചെറിയൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ നല്ല വ്യൂസ് കിട്ടി. 1.5K വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ താങ്ക്സ്. അപ്പം ഇതാണ് ഈ നമ്മുടെ മെസറാട്ടിയുടെ കാര്യം വെച്ചാൽ ഇത് അത്യാവശ്യം സ്മൂത്തൊക്കെ ആട്ടോ ഗൈസ്. ഒരു എന്താ പറയുക, ഒരു RC കാറൊക്കെ നീക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അടിപൊളി സാധനമാണ് ഈ CS. അടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു G-Wagon എന്ന് പറഞ്ഞ സാധനമില്ല, അതിൻ്റെ ഒരു പിക്കപ്പ് എഡീഷൻ പോലത്തെ ഒരു സാധനമാണ്. സത്യം പറഞ്ഞാൽ റിയൽ ലൈഫിലുള്ള പിക്കപ്പ് എഡീഷനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്കിൽ എന്ന് പറയുമ്പം 2 ടയറല്ല 4 ടയർ ബാക്കിൽ തന്നെ വരും. മുമ്പിലത്തെ കൂട്ടേണ്ട ബാക്ക് വരും. പക്ഷേ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ 2 ടയറേ ഉള്ളൂ. അറിഞ്ഞൂടെ ഗൈസ് എന്താണെന്ന്. ഓക്കെ, എന്തായാലും ഇത് മെർസിഡീസ് ബെൻസിൻ്റെ G-Wagonൻ്റെ ഒരു എഡീഷനാണ്. അതിൻ്റെ പിക്കപ്പ് എഡീഷനായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആഘോഷം നിങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു ഗൈസ്. അത് ഞാൻ കാണിച്ചത് കണ്ടോ, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് ഒന്നുമില്ല ഗൈസ്, അങ്ങനെയല്ല, അത്രയ്ക്കും ഇല്ല. ഇതിൻ്റെ ബാക്ക് സീറ്റൊക്കെ ഉണ്ട് ഗൈസ്. അത് ഇങ്ങനെ കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അത് അകത്തോട്ട് സ്മൂവ് ആവുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സീറ്റ് വേണമെങ്കിൽ ഇവിടെ കുറച്ച് സ്പേസും കാര്യം എടുക്കേണ്ടത്. വെറുതെ എന്തെങ്കിലുമൊക്കെ വെക്കാം. നല്ലൊരു ഇതാണ് ഗൈസ്. ഇത് നല്ല സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. ഇങ്ങനെ തൊട്ട് അങ്ങ് പോകും ഗൈസ്. അപ്പോൾ അവസാനമാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ താറിൻ്റെ സാധനമാണ് ഗൈസ്. താറിൻ്റെ എന്ന് പറയുമ്പം ഇതെന്ന് വെച്ചാൽ ഭയങ്കര രീതിയിലാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഷോറൂമിലൊക്കെ പോയി വണ്ടി എടുക്കുന്ന പോലെയൊക്കെ വെച്ചേക്കുന്നത് കാണിച്ചു തരാം ഗൈസ്. ഒരു പ്രത്യേക തരത്തായിട്ടുള്ളൊരു സ്റ്റേജ് പോലത്തെ ഏരിയയിൽ വെച്ചേക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അത് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. ഇങ്ങനെ വെക്കാം ഗൈസ്. കയ്യിലെടുക്കുക, അല്ല ശരിയാവത്തില്ല. കാണിച്ചതുണ്ടോ? ഓക്കെ, തിരിച്ച് വെക്കാം. ഓക്കെ, ഇതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുണ്ട് ഇതിങ്ങനെ താറിങ്ങനെ സെറ്റാക്കി വെക്കാനുള്ള സംഭവമാണ്. പിന്നെ വണ്ടി നോക്കാം ഗൈസ്. മോഡൽ വേർഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഗൈസ്. നമുക്ക് വേണ്ട ഗൈസ്, എടുത്തറിയാം, അറിയത്തില്ല ഗൈസ്, ഇനി അതിനകത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ താറും കാര്യങ്ങളൊക്കെ. പുളി സാധനമാണ് ഗൈസ്. ഇതിന് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളിയാണ്, നല്ല വൈബാണ് ഗൈസ് കാണാനാണെങ്കിൽ പോലും. പിന്നെ ഈ സീസാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഈ ഇതായത് നമ്മുടെ ഞാനൊരു കീച്ചൻ പോലെ സാധനം മേടിച്ചതായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എന്തോ ഡീമൺ സ്ലെയറിനകത്ത് എന്തോ സംഭവമാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇതിനെപ്പറ്റി ഒരു പിടിയില്ല. അപ്പം എന്ന് വെച്ചാൽ ഒരു സ്വാഡില്ലേ ഈ അതിൻ്റെ എന്താ പറയുക, ഒരു കീച്ചനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. ഈ എന്താ പറയുക, കാണാനാണെങ്കിൽ നല്ല ഭംഗിയൊക്കെയുള്ള സാധനമാണ്. ഒരു ഡീറ്റെയിൽ വേഷം പോലത്തെ സാധനമാണ്. കണ്ടോ, കൊമിക് ആൻഡ് ഓൺലൈൻ ഗെയിംസ് മോഡൽ ടോയ്സ് വേണ്ടി സാധനമാണ്. ഞാൻ ഗൂഗിളൊക്കെ അടിച്ചേക്കും ഡീമൺ സ്ലെയറിനകത്ത് എന്തോ ഒരു ഇതാണെന്നാണ്, ക്യാരക്ടറിൻ്റെ കയ്യിലോ എന്തോ ഉണ്ടായിരുന്നു, എനിക്കറിയാൻ പാടില്ല.
ഡീമൻസിൽ എന്നാന്ന് പോലും ഒരു പിടിയില്ലാത്ത ഞാൻ എന്താ പറയുക ഐസ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ഐസ്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ട് ഈ പുള്ളിയുടെ ഇരിക്കുന്ന വാളാണ് ഈ സീനകത്തുള്ളത്. ബാഹുബലി ഗൈസ്, നമുക്ക് നോക്കി കാണാം. അടിപൊളി വാളാട്ടോ ഗൈസ്. എൻ്റെ മോനെ, ഈ കയ്യിൽ ഇത്ര ഉള്ളു സാധനം, എന്നാൽ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കാണാം. ഞാൻ ഇപ്പോഴും ഇതിനകത്ത് തന്നെയായിരുന്നു വെച്ചത്. ഇടയ്ക്ക് മാത്രമേ അന്നങ്ങാണ്ട് എടുത്തുള്ളായിരുന്നു, കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ട് നോക്കി അറിയാം ഗൈസ്. സോ ഓക്കെ, സിനിമാറ്റിക് ലുക്ക് തരാം ഗൈസ് നിങ്ങൾക്ക്. യെസ്, എൻ്റെ മോനെ പൊളി സാധനമാണ് ഗൈസ്, അടിപൊളിയാണ്. പിന്നെ നോക്കിയാൽ ഇതിന് കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നോക്കിയാൽ അറിയാം. പിന്നെ നമ്മുടെ USB ഹബ്ബ് പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കീബോർഡും മൗസിലും കളിക്കാൻ പറ്റുന്നത്. നമ്മുടെ സെബ്രോണിക്സിൻ്റെ 3 പോർട്ട് ആയിട്ടുള്ള ഒരു USB ഹബ്ബാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ സാധനം. ഇത് നമുക്ക് വേണ്ട മാറ്റിയത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, പോകാൻ പറ അതൊക്കെ പോയി സാധനം ഗൈസ്. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഒന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക കാണുന്നത് ഗൈസ്. അപ്പം നിങ്ങളെല്ലാം കണ്ടിട്ട് വിചാരിച്ചാണ്. അപ്പം ഈ വീഡിയോ ബൈ ബൈ, സീ യു ലേറ്റർ ഗൈസ്.